നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ നടന്ന അണ്ടർ-19 യൂറോ കപ്പ് ഫൈനലിൽ ഫ്രാൻസും സ്പെയിനും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത്. മത്സരത്തിൽ വിജയം നേടാൻ സ്പെയിനിന് കഴിഞ്ഞിട്ടുണ്ട്. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഫ്രാൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അണ്ടർ-19 യൂറോ കപ്പും ഇപ്പോൾ സ്പെയിൻ സ്വന്തമാക്കിയിട്ടുള്ളത്. ഐക്കർ ബ്രാവോ അതുപോലെ തന്നെ അസാന ഡിയാവോ എന്നിവർ നേടിയ ഗോളുകളാണ് ഇപ്പോൾ സ്പെയിനിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. ഇതോടുകൂടി ഫുട്ബോൾ ലോകത്ത് സ്പെയിനിന്റെ ഒരു സമ്പൂർണ്ണാധിപത്യമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഇത്തവണത്തെ യുവേഫ യൂറോ കപ്പ് സ്വന്തമാക്കിയത് സ്പെയിൻ ആണ്. എല്ലാ മത്സരങ്ങളും വിജയിച്ചുകൊണ്ടാണ് അവർ ഈ ഒരു യൂറോ കപ്പ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഒരൊറ്റ മത്സരത്തിൽ പോലും അവർക്ക് പെനാൽറ്റി ഷൂട്ടൌട്ടിനെ ആശ്രയിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. സർവാധിപത്യമായിരുന്നു കഴിഞ്ഞ യൂറോ കപ്പിൽ സ്പെയിനിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. എന്നാൽ യൂറോ കപ്പിൽ മാത്രമല്ല, ബാക്കിയുള്ള ഏത് മേഖലകൾ എടുത്തു നോക്കിയാലും സ്പെയിനിന്റെ ഒരു മൃഗീയമായ ആധിപത്യം നമുക്ക് കാണാൻ കഴിയും. വുമൻസ് വേൾഡ് കപ്പ് ഇത്തവണത്തെ സ്വന്തമാക്കിയത്, അതല്ലെങ്കിൽ നിലവിലെ വുമൻസ് വേൾഡ് കപ്പ് ചാമ്പ്യന്മാർ സ്പെയിനാണ്. അതുപോലെ തന്നെ മെൻസ് യൂറോസിന്റെ ചാമ്പ്യന്മാർ സ്പെയിനാണ്. മെൻസ് നാഷൻസ് ലീഗ്, അതും സ്പെയിനിന്റെ ഷെൽഫിലാണ് ആ ഒരു കിരീടമുള്ളത്. നിലവിലെ ചാമ്പ്യന്മാർ അവരാണ്. വിമൻസ് നാഷൻസ് ലീഗിന്റെ കാര്യത്തിലേക്ക് വന്നാൽ അതും സ്പെയിൻ തന്നെയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. വിമൻസ് അണ്ടർ-20 വേൾഡ് കപ്പ് സ്പെയിനാണ് ജേതാക്കൾ. വിമൻസ് അണ്ടർ-17 വേൾഡ് കപ്പ് നിലവിലെ ജേതാക്കൾ സ്പെയിൻ തന്നെയാണ്. വിമൻസ് അണ്ടർ-17 യൂറോസ് അതും സ്പെയിനാണ്. അതുപോലെ തന്നെ വിമൻസ് അണ്ടർ-19 യൂറോസ് അതും സ്പെയിനാണ്. ഏറ്റവും ഒടുവിൽ മെൻസ് അണ്ടർ-19 യൂറോസ്, ആ കിരീടവും സ്പെയിനാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അതായത് ഫുട്ബോൾ ലോകത്തുള്ള ഒട്ടുമിക്ക കിരീടങ്ങളും ഇപ്പോൾ സ്പെയിനാണ് കൈവശം വെക്കുന്നത് എന്നർത്ഥം. മാത്രമല്ല, ഇനിയിപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ കാര്യത്തിലേക്ക് വന്നാലും സ്പാനിഷ് ക്ലബ്ബായ റയൽ മാഡ്രിഡ് ആണ് നിലവിലെ ചാമ്പ്യന്മാരായി കൊണ്ടുവരുന്നത്. അഥവാ 2026 വേൾഡ് കപ്പിൽ വലിയ ഒരു കിരീട സാധ്യത കൽപ്പിക്കപ്പെടുന്നതും സ്പെയിനാണ്. ഇത്തവണത്തെ ആ ഒരു ഫിഫ റാങ്കിങ്ങിൽ വലിയ മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോ ഫുട്ബോൾ ലോകം സ്പെയിനാണ് ഭരിക്കുക എന്ന് പറയേണ്ടി വരും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.